ഇതെല്ലാം കൂടി എടുത്തിട്ട് കാര്യമില്ല. അതന്നെയല്ല, ഇപ്പം നമ്മള് വയനാട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഇനി ഇടുക്കി വരും. ഇവിടെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഈ സാധനം നമുക്കൊരു കിട്ടില്ല. ഏതാണ് ഈ ചുരിദാർ ടോപ്പില്ലേ, ചുരിദാർ ടോപ്പ് ചെയിനോട് മടക്കി പിടിക്കും. ഇനി എഴുതണ്ടെങ്കിലും ഉണ്ടോ? എഴുതണ്ട എല്ലാം എഴുതാൻ പറ്റും. എല്ലാം കൊണ്ടുപോകണം, എല്ലാം കൊണ്ടുപോകണം. എല്ലാവർക്കും അത് കെട്ടാള് ഇപ്പൊ അതാണ് പ്രശ്നം. പാൻറ്റുകള് പാൻറ് പാൻറ്റിന് എഴുതിയാ മതി. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഒരു 5 വർഷത്തിന് ശേഷമാണ് ഒരു ലൈവ് വരുന്നത്. സാധാരണ ലൈവ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വയനാട്ടിലേക്കുള്ളൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒരുപാട് ഭാഗങ്ങളിൽ കളക്ഷൻ നടക്കുന്നുണ്ട്. നമുക്ക് കഴിയുക എന്താ പറയുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുക. സത്യം പറഞ്ഞാൽ ഇന്ന് വെളുപ്പിന് ന്യൂസ് അറിഞ്ഞപ്പോൾ ആ നിമിഷം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട മുഖം നൗഷാക്കാണ്. ഞാൻ വിളിച്ചു, അപ്പോൾ തന്നെ നൗഷാക്ക അറിഞ്ഞോന്ന് ചോദിച്ചു. ആ പറഞ്ഞ ഞാൻ TV കണ്ടോണ്ടിരിക്കുകയാണ്, നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് പോവാം, എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഇപ്പം ഈ നേരത്തെ ഇവിടെ എത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് വണ്ടിയിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത്, കുറേ സാധനങ്ങൾ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇതൊക്കെ പാക്ക് ചെയ്ത് നൗഷാക്ക് ഞാനും ഡോക്ടർ നിഷ ഉണ്ട്. ഡോക്ടർ നിഷ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാ മേഖലകളിലും ചെയ്യുന്ന ആളാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കൈപ്പോങ്കലത്ത് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ ഈ നേരത്തും കളക്ട് ചെയ്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയിൽ കൊണ്ടുപോകാനായിട്ട്. നെജുമലുണ്ട്, നെജുമലും വൈകുന്നേരം മുതൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് രണ്ട് ഭാഗം പറ. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ സഹോദരങ്ങൾ ചെറിയൊരു ആശ്വാസം നൽകാനുള്ള ശ്രമത്തിലാണ്. അതിന് ഔഷാക്കയുടെ ഒരു ഭാഗം ആ മനുഷ്യനാണ് മഹാപ്രളയകാലത്ത് നമുക്കൊരു മാതൃക കാണിക്കുന്നത്. അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്ന ഒരു കടയിലെ സാധനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറയുന്ന ഒരു വലിയൊരു അനുഭവം നമ്മളെല്ലാവരും അന്ന് മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാണ്. ആ മാതൃക വലിയൊരു മാതൃകയാണ്. അന്ന് മുതൽ മനസ്സിലേറ്റിയൊരു മനുഷ്യനാണ്. നിങ്ങൾ പറയണ്ട, നൗഷാക്ക സംസാരിക്കാറില്ല. നമ്മള് നൈറ്റി നൗഷാക്കടയിൽ ഇല്ലാത്ത നൈറ്റി നൗഷാക്ക ഇടപെട്ടിട്ട് നമ്മൾ മേടിച്ചു. പിന്നെ ചുരിദാറുണ്ട്, ഷോർട്ടുകളുണ്ട്, പിന്നെന്തൊക്കെയാണ് പാൻറ്റുകളുണ്ട്, ഇന്നർ. ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മളറിഞ്ഞ ഇന്നർ വിയറാണ്. അടിവസ്ത്രങ്ങൾ നമ്മൾ പരമാവധി നൗഷാക്ക കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റുന്നുണ്ട്, അതോടൊപ്പം എടുത്തു വെക്കുന്നുണ്ട്. മുണ്ടുകൾ ഒരുപാടുണ്ട്, എല്ലാവർക്കുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകളുണ്ട്. പിന്നെ ഭക്ഷണ സാധനങ്ങൾ, ബിസ്ക്കറ്റ് ഉൾപ്പെടെ പഴം തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മുടെ മൂന്നൂരിയുള്ള സെന്ററിൽ പാക്ക് ചെയ്യുന്നുണ്ട്. ഇന്നൊരു കളക്ഷൻ സെന്റർ കരുപ്പെടുന്ന പള്ളിയുടെ അവിടെ, കരുപ്പെടുന്ന സ്കൂളിൽ അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും അസീദിന്റെ അടുത്തുള്ള ചെറുപ്പക്കാർ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും എത്തിക്കാനുള്ള ഒരു മനസ്സും പിന്തുണയും എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ട്. അതാണ് മലയാളികൾ, അറിയാലോ. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയാവുന്നത് ചെയ്യാം. അതിനുള്ള ശ്രമങ്ങളിലാണ്, രാവിലെ വരെയുള്ള ഓട്ടത്തിലാണ്. എല്ലാവരും അതെ, ഞാൻ മാത്രമല്ല, എല്ലാവരും അതെ. അപ്പോൾ നൗഷാദ് കാണിച്ചെന്നൊരു മാതൃക പിൻപറ്റിക്കൊണ്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നൗഷാദ് കണ്ട കടയിലുള്ള സ്റ്റോക്ക് മുഴുവൻ എടുത്ത് എന്ത് വേണേലും പാക്ക് ചെയ്തോളാൻ പറയുന്ന ഒരു മനുഷ്യനെ എവിടെ കാണാൻ കിട്ടും? അദ്ദേഹത്തിന്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഇതാണ്. അത് മുഴുവൻ
സഹജീവികൾക്കായിട്ട് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. തോർത്തൊക്കെ എടുത്തോ? തോർത്തെടുത്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഇതിലുണ്ടായല്ലോ ഒരു 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 തോർത്തും ഇന്നർ വെയർ എല്ലാം കൂടി ഒരെണ്ണത്തിൽ വെക്കാറുണ്ടല്ലേ? അങ്ങനെയാണോ വെച്ചത്? കുട്ടികളുടെ ഡ്രസ്സാണ്. അതൊരു ചാക്ക് ആക്കണം ഡോക്ടർ. പിന്നെ എനിക്ക് എന്റെ മനസ്സിൽ ഓർമ്മ ഇങ്ങനെ ഒരു വിഷമം വരുമ്പോ ഓർമ്മ വരുന്നൊരു മുഖമാണ് ഡോക്ടർ നിഷ. ഒരുപാട് കാര്യങ്ങൾ നമ്മള് പല മേഖലയിലുള്ള ആദിവാസികൾക്കായിട്ട് കുറെ കാര്യങ്ങൾ ഡോക്ടർ നിഷ വഴിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ അല്ലേ? എല്ലാം കുഞ്ഞുങ്ങൾ. ആ ചെറുതാ. അതില്ലേ? കണ്ടാ മതിയായില്ലേന്ന് ചോദിക്കുമ്പോ ഉഷാക്ക് പറയണം കൊറേ സാധനങ്ങൾ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. മതിയായില്ലെന്ന് ഡോക്ടർ ചോദിക്കുമ്പോ ഉഷാക്ക് പറയണം മതിയായിട്ടില്ല. കടം മുഴുവൻ വേണില്ല കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഔഷാദിക്കണം ആദ്യമായിട്ടാണ് കേട്ടോ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ്